ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ രാവിലെ പോയിട്ട് ക്യാപ്റ്റൻ ഫാൽക്കൺ ദ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളടേ. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെങ്ങനെയാണ് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയണത്? എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫാൽക്കൺ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡും കൊണ്ട് നടക്കുകയാണ്, അത്രേ ഉള്ളൂ. വേറെ അതൊരു ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാരക്ടർ കൊണ്ടുവരണ കുറേ സാധനങ്ങളുണ്ടടേ. അത് ക്രിസ് ഇവാൻസിനെ തോപ്പിക്കാൻ ഇനി ആർക്കും അത് പറ്റൂല. ഇനി ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞാലും ഭയങ്കര പാടാണ്. അതിൻ്റെ ഇടയിലാണ് ഓൾറെഡി ഫാൽക്കൺ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരുത്തനെ കൊണ്ടിട്ട് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കാൻ നടക്കൂല മാർവല്. ഒരു രക്ഷയില്ല. ഐ ആം വെരി സോറി. അതേപോലെ പടം വളരെ വീക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡിസ്നി പ്ലസ്സിലെ ഒരു സീരീസ് ആയിട്ട്, അല്ലെങ്കിൽ ഡിസ്നി പ്ലസ്സിൽ OTT പടമായിട്ട് ഇറക്കാനായിട്ട് കൊള്ളാവുന്നൊരു സാധനം. ആകെ ഈ പടത്തിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ റെഡ് ഹൾക്കും ഈ പറയുന്ന ഫാൽക്കണുമായിട്ടുള്ള ഫൈറ്റാണ്. അത് കുഴപ്പമില്ല. അവിടെയും ഈ അവസാനം ഈ മറ്റേ റെഡ് ഹൾക്കിൻ്റെ അടുത്ത് മറ്റേ നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെ ഇടാന്ന് പറയുന്ന പോലത്തെ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് ഹൾക്ക് തിരിച്ചാവണയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു. ഹൾക്കിന് തന്നെ അപമാനമാണ്. ബ്രൂസ് ബാനറിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതായത് പെട്ടെന്ന് ഹൾക്ക് മാറുക എന്ന് പറയുന്നത് ബ്രൂസ് ബാനറിന് പോലും പറ്റാത്ത കാര്യമാണ്. എന്തിനാണെങ്കിലും ഒരു പടം നിങ്ങൾ അത്രയും ഭയങ്കര ഹെവി മാർവൽ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പോയി ഇരുന്ന് കണ്ട് സമയം കളയാം. ചില അഭിനയ മുഹൂർത്തങ്ങളൊക്കെ കൊണ്ടേ, അതായത് നിന്നത് പിന്നെ എയർ ഡ്രോപ്പ് ജോക്ക് വയസ്സായ ആൾക്കാരടുത്ത് പറയണം എയർ ഡ്രോപ്പ് ചെയ്യാൻ അറിയാവോ എന്നൊക്കെ. അതൊക്കെയാണ് തമാശ. അത് കഴിഞ്ഞിട്ട് അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മൾ മറ്റേ ഒരുമാതിരി എന്തൊരു അമ്മച്ചുറായിട്ടുള്ളൊരു ഡയറക്ഷനാണെന്നറിയാം. നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ഡയലോഗ് വേണം എന്ന് നമ്മൾ പറയൂലേ. അതായത് ഇങ്ങനൊരു സാധനം നടക്കുന്ന സമയത്ത് ഒരു ക്യാരക്ടർ ഇങ്ങനെ ഡയലോഗ് പറയണം. അത് ഒരു വികാരമില്ലാതെ ആ ഡയലോഗ് പറയും. ഞാൻ സീരിയൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സീരിയലായിട്ട് ഇറക്കേണ്ട സാധനത്തിന് അവർ സിനിമയായിട്ട് ഇറക്കി. പിന്നെ ഇതിൽ എനിക്ക് വെരി സോറി ടു സേ ദിസ്, ഐ കാണ്ട് അക്സെപ്റ്റ് ഹിം ആസ് ക്യാപ്റ്റൻ അമേരിക്ക. ഐ എം വെരി സോറി. ഒട്ടും പറ്റില്ല. ഓൾറെഡി ഫാൽക്കൺ ആയിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് കൊണ്ട് വന്നിരുന്നാലും കൊള്ളാം. ഇതിപ്പോൾ ഫാൽക്കണെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതിൽ പിന്നെ ഒരു മറ്റേ വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് സെലസ്റ്റിയൽ മറ്റേ സാധനം വന്നു എന്നൊക്കെ പറയണൊക്കെ ഉണ്ട് കേട്ടോ. ഭാഗ്യം. എന്തൊരു ഇപ്പോഴാണ് അവർ കാണുന്നത് സെലസ്റ്റിയൽ സാധനത്തിന് ഇത്രയും നാളായിട്ട്. പിന്നെ സിനിമയിൽ മറ്റേ പഴയ ഹൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഈ സിനിമ. അങ്ങനെ ഒരു പടം അവിടെ എനിക്ക് ഒട്ടും ഇഷ്ടം. വളരെ 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 ബിലോ ആവറേജ് ഒരു ഫീലിംഗ്, അല്ലാതെ ഒരു ഭയാനക പടമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, മാർവൽ ഇത് നിർത്തണമായിരുന്നു അന്ന്. ആ എൻഡ് ഗെയിമോടെ അങ്ങ് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സാധനം, അല്ലെ വേറെ ഏതെങ്കിലും ഒരു എർത്തിൻ്റെ സ്റ്റോറി എന്ന് വല്ലതും പറഞ്ഞിട്ട് പുതിയ ഇപ്പോൾ ഫാന്റാസ്റ്റിക് ഫോർ അങ്ങനെയൊക്കെ ഉള്ളവർ വേറൊരു എർത്തിലാണ് എന്ന് പറഞ്ഞ് കാണിക്കുക. അങ്ങനെ ഒരു സാധനം കൊണ്ടുവരായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അവഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഈ പഴയ അവഞ്ചേഴ്സിലുള്ള നമ്മളെ മറ്റേ ക്യാപ്റ്റൻ അമേരിക്കയും അവരെയൊക്കെ കൊണ്ട്, ഇപ്പോൾ റോബർട്ട് ഡൗണി ജൂനിയർ മരിച്ചു. അപ്പോൾ വേറൊരു എർത്തിൻ്റെ സ്റ്റോറി ആയിട്ട് നിങ്ങൾ കാണിച്ചിട്ട്, അതായത് വേറൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായി? ഈ മൾട്ടിവേഴ്സ് എന്നൊന്നും പറയാതെ വേറൊരു എർത്ത് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫാന്റാസ്റ്റിക് ഫോർ, അവിടുത്തെ സ്പൈഡർമാൻ, അവിടുത്തെ ഈ പറയുന്ന ക്യാപ്റ്റൻ അമേരിക്ക ഒരു ആഫ്രിക്കൻ ഒറിജിനായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഈ എർത്തിലുള്ളവരുമായിട്ട് ഇത് കൊളൈഡ് ചെയ്യണം ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് കാൻ ഓർ ഡോക്ടർ ഡൂം. അങ്ങനെയൊക്കെ ചെയ്യണതിന് പകരം ഞാൻ പോലും ഒന്ന് മടുത്ത് ആര് പറയാൻ ആര് കേൾക്കാൻ. എത്രയാണെങ്കിലും സംഭവമായിട്ടുണ്ട് കേട്ടോ. അടുത്തത് എന്തിനാണ്? ഫാന്റാസ്റ്റിക് ഫോർ അല്ലേ? എന്തിനാണോ നോക്കാം.